ആമുഖമായി ഒരു കൊച്ചു കവിത. കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ചു ഞാൻ അമ്മ നിൽക്കുന്നു, തിക്കും തള്ളുമേറുമീ വഴിവക്കിൽ. എങ്ങനെ ഇവരെ ഞാൻ വിട്ടയക്കുമീ ഭീതി തിങ്ങിന കറുത്തുരുണ്ടുള്ളൊരീ വഴികളിൽ. പ്രിയ കവയിത്രി സുഗതകുമാരി പണ്ടെങ്ങോ എഴുതിയ വരികളാണ്. പക്ഷേ നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് അല്ലേ, എന്താ പറയുക എന്നറിയില്ല, എങ്ങനെയാ പറഞ്ഞയക്കുക പുറത്തേക്ക്. വെക്കേഷനും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആധി ഏറുകയാണ്. ഉമ്മമാർ മാത്രമല്ല, രക്ഷിതാക്കളും വീട്ടിലെ മുതിർന്നവരും വല്യമ്മമാരും വല്യപ്പന്മാരും എല്ലാവരും ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ്. എന്തായാലും ഈ ഒരു പദ്ധതിക്ക് നമ്മൾ തന്നെ കോർത്തിണക്കി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് ഹാർദവമായ അഭിനന്ദനങ്ങൾ നമുക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ വിശിഷ്ടമായ കുതിച്ചുചാട്ടമാണ്, ശാസ്ത്രത്തിൻ്റെ അതിതീവ്രമായ വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ വിഭ്രാന്തികളുടെയും ലൈംഗികതകളുടെയും ലഹരികളുടെയും വൈകൃതങ്ങളുടെയൊക്കെ കവാടങ്ങളും തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജന്മം നൽകിയ, ചോറ് വാരിക്കൊടുത്ത കരങ്ങളെ എപ്പോഴാണ് കുത്തിയമർത്തുക എന്നറിയാതെ, ഏത് ഭാഗത്തൂടെയാണ് തന്നെ കത്തികൊണ്ട് തൻ്റെ കുഞ്ഞുമക്കൾ കൊലപ്പെടുത്തുക എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് കാലം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ, ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ നമുക്കറിയാം, മസ്കൻ, സമാധാനമായ ഗേഹം, അത് നമ്മുടെയൊക്കെ വീടകങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് അവനവൻ്റെ വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. പരിശുദ്ധ റമളാനും 30 ദിവസവും കഴിഞ്ഞ് പെരുന്നാളും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാർ രണ്ടുപേര്, കണ്ണൂർ ഭാഗത്തുള്ള 2 പേര്, മുസ്ലിം നാമധാരികളായ ഇസ്ലാം മതവിശ്വാസികളായ രക്ഷിതാക്കളുടെ ആ കുടുംബത്തിൽ പിറന്ന 2 കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും കൂടി പോയി. നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ഒരു MDMA എത്രയോ ഗ്രാം അളവിൽ ഉപയോഗിക്കുകയും അവരുടെ കൈകളിൽ അത് ഉപയോഗിക്കാനുള്ള എല്ലാ വസ്തുവകകളും അവർ കരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയൊക്കെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പുണ്യങ്ങളുടെ പൂക്കാലവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈദാഘോഷവും എല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിനങ്ങളിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ജീവിക്കുന്നത്? ഇതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ടാണോ നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷനും കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിതവും എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു പുതിയ തലമുറ, നമ്മൾ ആൽഫ ജനറേഷൻ, ജെൻസി, അതേപോലെ തന്നെ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പുതുതലമുറയിലുള്ള കുട്ടികളുടെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടായിട്ട് ഞാൻ പറയാം, സമയം ഏറെ വൈകുന്നുണ്ട്, എന്നാലും എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുട്ടികളുടെ അവസ്ഥ, നമ്മുടെയൊക്കെ വീടകങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, സഹോദരി സഹോദരന്മാർ, ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് ആലോചന, ചിന്ത, ഇവരുടെയൊക്കെ മനോഗതി, എൻ്റെ മനോഗതി എന്താണെന്ന് എൻ്റെ കുട്ടികൾക്കോ, നിങ്ങളുടെയൊക്കെ മനോഗതി എന്താണ്, നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ മനോഗതി, ഇണകളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണ്, മനസ്സിൻ്റെ വ്യവഹാരങ്ങൾ എന്താണ്, ആലോചനകൾ എന്താണ് എന്ന് പൂർണ്ണമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആരുടെ വീട്ടിലെ, സ്വന്തം വീട്ടിലെ കൂടെ കിടക്കുന്ന, നമ്മൾ ഒത്തുചേർന്ന് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കുന്ന മക്കളുടെയും ഇണകളുടെയും ഒന്നും എന്താ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എപ്പോഴും തവക്കൽത്തു അലല്ലാ, പഠിച്ചോനെ കാക്കണേ, അല്ലേ, ഇതല്ലേ പ്രാർത്ഥന. എന്നിട്ട് ഇങ്ങനെ പറയും ഉമ്മമാരും ഉപ്പമാരും മക്കളോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഓർത്തോ എൻ്റെ ഖബറിൽ നീയേ ഉണ്ടാവുള്ളൂ, എൻ്റെ ഖബറിൽ ഞാനേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. എൻ്റെ വേദന അതെൻ്റെ മാത്രം വേദന ആയിരിക്കും. നിനക്കിപ്പോൾ ഒരു പല്ലുവേദന വന്നാൽ കുറച്ചിങ്ങോട്ട് താൻ, ഞാൻ സഹിച്ചോളാം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അതുപോലെ തന്നെ ആയിരിക്കും ഖബറിലും. ആ ശിക്ഷ നീ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരും. ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് രീതിയിലായിരിക്കണം നമ്മളൊക്കെ കുടുംബങ്ങളിൽ ഇടപഴകേണ്ടത് എന്നുള്ളത്. കാരണം ലഹരിയുടെ ഉപയോഗം ഇത്രമേൽ അമിതമായിക്കൊണ്ടിരിക്കുകയും, ചെറിയൊരു ആശ്വാസം നമ്മൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ സംസാരത്തിൽ ഇങ്ങനെ നമ്മൾ കേട്ടു,
കുറച്ച് കേസുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ വലിയൊരാശ്വാസം, കുറച്ച് കേസുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വലിയൊരാശ്വാസം നമുക്ക് തോന്നുകയാണ്. ഭീകരമായൊരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ 2 സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് നമ്മളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ. അത് ഒന്ന് പൊതുസമൂഹത്തിലാണ്, ഒന്ന് നമ്മുടെ വീടകങ്ങൾക്കുള്ളിൽ തന്നെ, വാതിലുകൾക്കുള്ളിൽ തന്നെ 1000 വാതിലുകൾ തുറന്നിട്ടുള്ള ഓൺലൈൻ ലോകത്തേക്കും. എന്താണ് ഈ ഓൺലൈൻ ലോകത്തൊക്കെ ഗൗരവമായ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഫിലിംസൊക്കെ ഇറങ്ങി, അഡോളസൻസ്, ഒരു പക്ഷേ നിങ്ങളിൽ പലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഈ ആൽഫ ജനറേഷൻ, നമ്മുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു ധാരണ, നമ്മൾ 80s 90s രക്ഷിതാക്കളാണ്. 80s 90s ജനിച്ച 80s 90s കിഡ്സാണ് നമ്മളൊക്കെ ഇതിനേക്കാൾ വലിയത് കണ്ട് വളർന്നവരാണ്. നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, നമുക്കിതല്ല ഇതിലപ്പുറവും അറിയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മൊബൈൽ ഫോണുകൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും ബാഗ് തുറക്കുകയും, ഇൻസ്റ്റഗ്രാമൊക്കെ എനിക്കുണ്ട്, എൻ്റെ കുട്ടി എന്ന് തുടങ്ങി, അന്ന് ഞാനും തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റ എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയുകയും, എന്നിട്ട് അതൊക്കെ തുറക്കുകയും ഇവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റിങ്ങുകളൊക്കെ നോക്കുകയും, ഈ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സ്മൈലീസും കുറച്ച് ഇമോജീസും കുറച്ച് എന്തോ അക്കങ്ങളും അക്ഷരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊടുത്തു എന്നല്ലാതെ അതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ ധരിച്ചിട്ട് നമ്മൾ സമാധാനത്തോടു കൂടി അത് പൂട്ടിവെച്ച് തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക്, നമുക്കറിയാവുന്ന ലോകത്തേക്കാൾ എത്രയോ അപ്പുറത്തുള്ള ലോകത്താണ് അവർ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 9 എന്ന് പറഞ്ഞ ഡിജിറ്റ്, ഇതിലാർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണം. എന്താ 9 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ്, ഒരു അക്കം അവർ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 9 എന്നവർ വാട്സപ്പിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പാരൻസ് ആർ വാച്ചിങ്, രക്ഷിതാക്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9ന് പകരം ഇത് 9 അതാണെങ്കിൽ ഇപ്പോൾ പാരൻസ് ഇല്ല, പാരൻസ് ആർ ഗോൺ, ഇപ്പോൾ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരു പക്ഷേ ഇതിലെ ഞാൻ പറഞ്ഞ ഒരു ജെൻസി ആൽഫ കിഡ്സിനൊക്കെ ഇത് അറിയായിരിക്കും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോഡുകളാണ്. ഇപ്പോൾ ഈ ഹൃദയത്തിൻ്റെ തന്നെ ഹാർട്ട് ആൻഡ് അതിൽ ബ്ലൂ ഉണ്ട്, റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓരോന്നിനും ഇമോജി എന്ന് പറയുമ്പോൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓരോ ഇമോജിക്കും ഓരോ മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ടും, ഇപ്പോൾ 420 ഐ നീഡ് 420, പാവം അവന് ചിലപ്പം പൈസ ഇല്ലായിട്ടായിരിക്കും ഒരു 420 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ടിനോട്. നാളെ 4 മണിക്ക് ഒരു 420 നീ അയക്കണേ, അല്ലെങ്കിൽ വരുമ്പോൾ കൊണ്ടുവരണേ എന്നാണെങ്കിൽ ആ 420യുടെ അർത്ഥം അതൊരു കോഡാണ്. 420 എന്ന് പറഞ്ഞാൽ മരിജുവാനയാണ്. അപ്പോൾ അതിപ്പം ഇനി ഉപയോഗത്തിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വേറെ വിഷയം. അത്തരത്തിൽ നമ്മൾ അറിയാത്ത എത്രയോ അപ്പുറത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ, അവരുടെ എക്സ്പ്രഷൻസും അവരുടെ സംസാരങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ എവിടെയോ ആണ്. നമ്മൾ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ചിലപ്പോൾ പറയുന്നു, ചിലപ്പോൾ വേറെന്തൊക്കെയോ പറയുന്നു. കുട്ടികൾ നമ്മുടെ കൈകളിലാണ് എന്നുള്ള ആ ഒരു അമിതമായ വിശ്വാസവും, എൻ്റെ കുട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള കേടുപാടുകളിൽ പെടില്ല എന്നുള്ള ഒരു ധാരണയും ചിന്തയും ബോധമൊന്നും പൂർണ്ണമായിട്ടും വേണ്ട. എൻ്റെ കുട്ടിയുടെ അടുത്തും തെറ്റ് പറ്റിയേക്കാം, മേ ബി അങ്ങനെ ഉണ്ടായേക്കാം. അപ്പോൾ അവരിറങ്ങുന്ന ഓൺലൈൻ മീഡിയകളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഹാങ് ഓവർ ഫ്രം ദിസ് ആൽക്കഹോൾ എന്നാ. ആൽക്കഹോൾ കൊണ്ട് ഹാങ് ഓവറായി കിടക്കുകയാണെന്ന്. പാവൻ്റെ കുട്ടി സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നു, ബ്രോക്കൺ, എന്തോ ടെൻഷൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിയുടെ മെൻ്റൽ കണ്ടീഷൻ, ആ കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഉറങ്ങുന്നുണ്ടോ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞല്ലോ ചില സൂചനകൾ, കുട്ടി കൂടുതലായിട്ട് ഉറങ്ങുന്നുണ്ടോ, പഠനത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ടോ, വെള്ളം കൂടി അധികമായിട്ടുണ്ടോ, ക്ഷീണമുണ്ടോ, ടെൻഷൻ എന്തോ കാണിക്കുന്നുണ്ടോ, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇനി പറയുന്നത് കുട്ടി ഇറങ്ങാൻ പോകുന്നത് ഈ ഓൺലൈൻ മീഡിയ കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പോകുന്നത് പബ്ലിക്കിലേക്കാണ്. പബ്ലിക്കിൽ എന്താ നടക്കുന്നത്? ഒരു നാട്ടിൽ വലിയൊരു 5 സ്റ്റാർ ഓർ 3 സ്റ്റാർ ഹോട്ടൽ തുറക്കാൻ പോവാം. ഈ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഈ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത് 3 സ്റ്റാർ ഹോട്ടലിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് മദ്യമാണ്. ഈ ഹോട്ടൽ തുറക്കുന്നതിൻ്റെ ഭാഗമായി പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തെ ഒട്ടുമുക്കാൽ വീടുകളിലേക്കും ഏറ്റവും നല്ല സമൃദ്ധമായ കിറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ നാട്ടിലെ ഒരു പള്ളിയിൽ AC ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർ സംഭാവനയായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക.
ഒരു മെറ്റീരിയലിസ്റ്റിക് ലോകത്തിൻ്റെ പ്രൊഡക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കണ്ണ് തള്ളിപ്പോവും. സാധനങ്ങൾ ഇങ്ങനെ കൈ കിട്ടിയാൽ മതി. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ കിട്ടുന്നു, എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഇതെങ്ങനെ കിട്ടി? നോക്കൂ നിങ്ങൾ, ലഹരിയിലേക്ക് നമ്മുടെ മക്കൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതും ലഹരി നമ്മളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതും രണ്ടും പഠിക്കണം. ഇതിൻ്റെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണം. തൻ്റെ പിതാവിൻ്റെ രഹസ്യ അവയവത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് അതിന് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് നാട്ടുകാർ ഒരു കൂട്ടി സ്വരൂപിച്ച് കൊടുത്തിട്ടുള്ള ക്യാഷ് ഉമ്മ ഷെൽഫിൽ, വീട്ടിലെ പാവപ്പെട്ട പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച പണം ഉമ്മ കാണാതെ അർദ്ധരാത്രിക്ക് കട്ടെടുത്തിട്ട് കൊണ്ടുപോവുക. എന്തിന്? അവൾക്ക് വേണ്ടത് സമയത്തിന് കിട്ടാഞ്ഞിട്ട്. ഇപ്പം അവളുമാരാണ് കൂടുതൽ എന്ന് നമ്മൾ കേട്ടു. അവളുമാർക്കുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഹോട്ട്സ്പോട്ടുകൾ ഇറങ്ങിയല്ലോ അല്ലേ, പലയിടങ്ങളിലായിട്ട്. കോഴിക്കോടിൻ്റെയൊക്കെ ഹോട്ട്സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടു, കേട്ടു എവിടെയൊക്കെയാണെന്നുള്ളത്. ഈ പറയത്തക്ക ഹോട്ട്സ്പോട്ടുകളിലൊന്നും നമ്മൾ പെൺകുട്ടികൾക്ക് കൂടുതൽ സമയം ഇരിക്കാനോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനോ കൊടുക്കാനോ ഒക്കെ പ്രയാസമാണ്. പക്ഷെ ആൺകുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ കൂടിയിരിക്കുക, രാത്രി ഇനിയിപ്പോൾ കുറച്ചധികം സമയമൊക്കെ ബൈക്കിൻ്റെ മേലെ അപ്പുറപ്പുറമൊക്കെ ഇരുന്ന് സംസാരിക്കുക, അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമല്ല. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് നേരെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായ ഏറ്റവും സ്ട്രോങ് ആയ പ്രൊഡക്റ്റ് ഏതാണോ നേരെ അതിലേക്കാണ് പോകുന്നത്. അല്ലാതെ ചെറുത് മുതൽ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയാൽ അതിനുള്ള സമയമില്ല. അതിന് കാത്തു നിൽക്കാനോ അതിന് എവിടെയെങ്കിലും കാത്തിരിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും. അപ്പം അതുകൊണ്ട് എത്രത്തോളം കിട്ടുമോ ഏറ്റവും പെട്ടെന്ന് കാരിയസായി മാറുകയും ചെയ്യാണ്. കാരിയസ് ആയാൽ ഈ പറയുന്ന 2500-3000 ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെ നോക്കിയാലും അത്രയ്ക്കും പണം ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഒട്ടുമിക്ക പേരും പഠിക്കുന്നവരായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ നമ്മളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നു എന്നുള്ളതും അവരെങ്ങനെ അതിലേക്ക് എത്തുന്നു എന്നുള്ളതും പഠിക്കണം. ഇനി നമ്മുടെ ഏരിയയാണ്. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചു, നമ്മൾ കേട്ടു. നിരന്തരമായ ആശയവിനിമയം. അപ്പോൾ ആശയവിനിമയത്തിൻ്റെ കണ്ണി പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയണമെന്നുള്ളവർ ഈ ഫിലിം കാണൂ എന്ന് പറഞ്ഞിട്ട് അഡോളസൻസ് എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിലെ ആ മോന് 13 വയസ്സായിട്ടുള്ള മകനുമായിട്ടുള്ള രക്ഷിതാക്കളും അവനും അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷിതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിൻ്റെ കണ്ണി നഷ്ടപ്പെട്ടു എന്ന്. അത് കൂട്ടണം. ആ ആശയവിനിമയം കൂട്ടുക എന്ന് പറയുമ്പോൾ സോ കോൾഡ് തള്ള വൈബ് തന്ത വൈബ് എന്നാണ് നമ്മൾ പറയാം അല്ലേ. നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ തള്ള വൈബും തന്ത വൈബുമാണ്. പക്ഷെ അവർക്ക് ഒറ്റ മൈൻഡ്. തള്ള വൈബ് തന്ത വൈബ് ഒറ്റ മൈൻഡ്. ഒറ്റ മൈൻഡ്. മക്കൾ ചിരിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ. എന്താ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ? എന്താ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ? നോ ടുമോറോ നൗ അല്ലേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഒരു ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിലേക്കോ ചെറിയ എന്തെങ്കിലും ഒരു ഇതിലേക്കോ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് മഗ്‌രിബ് നമസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചോളി. ഇറങ്ങിക്കഴിഞ്ഞു ആ സ്ഥലത്തെത്തി, അവിടെ ഭയങ്കര മഴയാണ്. ശക്തമായ മഴയായതുകൊണ്ട് ആ പാർക്കൊക്കെ ഇങ്ങനെ അടച്ചുപൂട്ടി, നമുക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ സമയം മഗ്‌രിബ് കഴിഞ്ഞ് ഇഷാവിനോടടുത്ത് ഇഷാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിയില്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് കയറിയാൽ മതി എന്ന് കുട്ടികൾ പറയുമ്പോൾ ഉമ്മാരും വാപ്പാരൊക്കെ പറയും, നമ്മൾ പറയും ഇനിയിപ്പോൾ നാളെ പോവാം, കാരണം ഇത്ര സമയമായില്ലേ, മഗ്‌രിബ് കഴിഞ്ഞില്ലേ, എത്രയും വൈകിനി നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ 1-1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്താലേ ബീച്ചിലേക്കൊക്കെ എത്തുള്ളൂ എങ്കിൽ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ഇറങ്ങിയോ പോയിരിക്കണം. അതാണ്. അതിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ ആരെയും വിളിച്ചു നോക്കി അവിടെ മഴ ഉണ്ടെന്നോ പ്രശ്നം ഉണ്ടെന്നോ അതൊന്നും അന്വേഷിക്കുക ആലോചിക്കൊന്നും വേണ്ട. നേരെ പോവാം. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോകണം. തീരുമാനം അപ്പം തന്നെ എടുക്കണം. അതാണ്. അപ്പോൾ അത്രയും സമയമാവില്ലേ തിരിച്ചു വരാൻ, അത്ര വൈകൂല. ഇശാ നമസ്കാരം എന്ത് ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ രാത്രി ഏറെ വൈകിക്കഴിഞ്ഞാൽ പാതിരായ നോ. കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളത് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. പാടില്ല, ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ഒരു ഭാഗം തന്നെയല്ല. നോ കോൺസിക്വൻസസ്. അനന്തര ഫലങ്ങൾ എന്ന് പറയുന്ന എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി ഇല്ല. നമ്മളോ ഏറിയ പങ്കും ആലോചിക്കുക അപ്പുറത്തേക്ക്. നിങ്ങൾ വെറുതെ കുറേ അപ്പുറത്തേക്ക് ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി പറയാം. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ഇപ്പം ആലോചിച്ചോ, ഇപ്പം തോന്നിയോ, ഇപ്പം ചെയ്യണം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ദിസ് ഇസ്.
അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മെല്ലെ 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 കമ്മ്യൂണിക്കേഷനിലൂടെ, ആശയവിനിമയത്തിലൂടെ അവരെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് പറയുന്ന ആൾ വീട്ടിൽ തന്നെ വേണം. സമയത്തിന് പള്ളിയിൽ പോകാൻ എന്നോട് പറയാം, നിങ്ങളാരാ അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാ, എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ ഇത്ര കിലോമീറ്റർ നടന്ന് അങ്ങോട്ട് പോയിനെന്ന് പറയുമ്പോൾ അതിന് എന്താ ചോദിക്കുന്നത്? അതിനിപ്പോൾ എന്താ? അപ്പോൾ നിങ്ങളാരാ അതിന് എന്നൊക്കെ ചോദിക്കുമ്പം അതിനെ തിരിച്ചു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാതലും കാമ്പും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പുതിയ തലമുറ അങ്ങനെ കാണണം. നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. വിശാലമായിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കാൻ നല്ല, എന്താ പറയുക, നല്ല പ്രവർത്തനങ്ങളുടെ, കാതലായ പ്രവർത്തനങ്ങൾ നമ്മളും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തതും നമ്മുടെ കുടുംബം നമ്മൾ അംഗീകരിച്ചതും അങ്ങനെയായിട്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ മക്കളുടെ മുന്നിൽ നിരത്തി വെക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾക്കുള്ളിലുണ്ടായിരിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ, നോക്കൂ നീ ഉപ്പയെ കണ്ടോ, നീ ഉമ്മയെ കണ്ടോ, നീ അത് ഉമ്മ ആരാണെന്ന് ഉപ്പ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഉമ്മ ഞാൻ കണ്ടോ രാവിലെ 4 മണി മുതൽ തുടങ്ങിയതാ 11 മണി രാത്രിയായിട്ട് എനിക്ക് നിർത്താനായിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ സ്വയം ഇങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്കത് യേശുല്ല. ഉമ്മ കാണാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നീ ഒന്ന് നോക്കും മോനെ, ഉമ്മ എത്ര സമയമായി തുടങ്ങിയിട്ട്, ഇത്ര സമയമായിട്ട് എന്തെങ്കിലും ഒരു പരാതി ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ കുട്ടിക്ക് അവിടെ മനസ്സിലാവും അത് ഉമ്മ കേൾക്കാനോ ഉമ്മനെ പൊന്തിക്കാനോ അല്ല, അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പയാരാണെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കണം, ഉമ്മയാരാണെന്ന് ഉപ്പയും പറഞ്ഞു കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്യേണ്ടത്, സ്വയം അല്ല ഇത് ഉണർത്തേണ്ടത്. അങ്ങനെ ഉണർത്തിക്കഴിഞ്ഞാൽ അവർക്കത് കിട്ടൂല. അപ്പം അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറിയിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ ത്രൂ ഔട്ട് കറക്റ്റ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അവരാരുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കണം. അവരുടെ കൂട്ടുകാരെ നമ്മൾ അറിയണം. തറാവീഹിന് പോയ എത്ര മക്കൾ നമ്മുടെ തറാവീഹ് മുഴുവനായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്, അതോ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ചെറിയ 1-2 കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രായത്തിലുള്ള കുട്ടികളെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ടീച്ചറെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് തോന്നൽ വന്ന 2-3 കാര്യങ്ങൾ അതും കൂടി പറഞ്ഞിട്ട് നിർത്താണ്. ഒന്ന്, ഫസ്റ്റ് ട്രൈ, സിംഗിളായിട്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പറയും, എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും, നല്ലൊരു ധൈര്യം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കും. പിന്നെ വീട്ടിൽ നിന്ന് അത്തരത്തിൽ മാതാപിതാക്കളോ മറ്റുള്ളവരോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നില്ല. പ്ലസ് 3-ാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം, അവർ പറഞ്ഞിട്ടുള്ളത്, വീട്ടിൽ ഞങ്ങളോട് മാന്യമായ രീതിയിൽ ഇടപെടാതിരിക്കുകയും എപ്പോഴും ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ പരസ്യമായിട്ട് ഞങ്ങളെ ശകാരിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്താൽ, അവരോട് തിരിച്ചൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കുകയും ചെയ്താൽ, ഞങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അവരെ തോൽപ്പിക്കാൻ, അവർക്കിട്ടൊരു പണി കൊടുക്കാൻ, അവരോട് ചിലത് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണ്, പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ഏറ്റവും മഹത്തായ ഈ അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കാതിരിക്കുക. കൂടുതൽ കണ്ണ് തുറക്കുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക, വെബുകളിലേക്ക് ഇറങ്ങുക, ഓൺലൈൻ യുഗങ്ങളിലേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുക, പരിശുദ്ധ ഖുർആൻ അറിയുക, നബിചര്യകൾ നമ്മുടെ മാതൃകയാക്കി മാറ്റുക. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് അറിയാം. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറും കൂട്ടുകളും നമ്മുടെ കുട്ടികളെയും കൂടി പങ്കാളികളാക്കുക. ഇതിനു വേണ്ടിയിട്ട്, ഈ ലഹരിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ നീചവൃത്തികൾ നടക്കുന്നുവോ അതിനുള്ള എല്ലാ പഴുതുകളും അടക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.